എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നില്ലേ? അതല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് ഒരിക്കലും കിട്ടുന്നില്ലേ? അത് കിട്ടാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രം നമ്മൾ ചെയ്തതിനുള്ള ഒരു ഫലം കിട്ടുള്ളൂ. എത്ര യൂണിവേഴ്സൽ നമ്പർ ചെയ്താലും, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യം ചെയ്തിട്ടും നിങ്ങൾ ഡെയിലി ജോബിന് കൊണ്ട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നിനും തികയുന്നില്ല. എന്ത് ചെയ്തിട്ടും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? ഈ കുറച്ച് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ജീവിതം മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, അതുപോലെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എന്താ കാര്യങ്ങൾ ഞാൻ പറയാം, അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാൽ കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് സ്വയം വിശ്വാസം വേണം. നമ്മൾ ചെറുതല്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരിക്കലും തോന്നരുത്. നമ്മളെ താഴ്ത്തി കെട്ടരുത്. അതാണ് മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ കുറച്ച് വിശദീകരിച്ച് തരാം. അപ്പം പറയും, എന്തിനാ ഇത്ര നീട്ടി വലിക്കുന്നു പറയും. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ 10 രൂപയില്ല, 1 രൂപ എടുക്കാൻ കയ്യിലില്ല. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അയ്യോ എനിക്ക് ഇത്ര കടങ്ങളുണ്ട്, എനിക്ക് എന്താ ചെയ്യാന്നറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അവരിത് കൊണ്ടുവന്ന് തരുമോ നമുക്ക് പൈസ? ഒരിക്കലും ഇല്ല. നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം? നമ്മുടെ മനസ്സിലെ സങ്കടം അവരുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ പൈസ ഇല്ല, അത് നമ്മളെ താഴ്ത്തി കെട്ടുകയാണ്. അല്ലെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല കുടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലെ ദിവസവും വഴക്കുണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ കുടിയാണ്, പണിക്ക് പോയ ഫുള്ളായി കുടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതേ ഒരു ഇതാണ്. നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ആ പറയലാണ് ആദ്യം നിർത്തേണ്ടത്. നമ്മളെ തന്നെ തരം താഴ്ത്തരുത് മറ്റുള്ളവരുടെ മുന്നിൽ, അതൊരിക്കലും ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് തോന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, ഒന്നിനും കൊള്ളില്ല. മറ്റുള്ളവർ ചിലപ്പോൾ പറയും, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളും, നമ്മുടെ ഹസ്ബൻഡ് തന്നെ പറയും, നിന്നെ കൊണ്ട് എന്തിനു പറ്റും, വീട്ടിൽ വെറുതെ വായടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അടുക്കളപ്പണി ചെയ്യാൻ പറ്റും, അങ്ങനെ പറയും ഇല്ലേ. അപ്പോൾ ഒന്നിനും പറ്റില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും, അതും എടുത്തു കളയണം. അതൊരിക്കലും മനസ്സിൽ വെക്കാൻ പാടില്ല. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിച്ചെടുക്കും. ആ ഒരു തൻ്റെ ഇടം, ആ ഒരു ധൈര്യമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. മറ്റുള്ളവർ പറയും നിന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല പറയും. സ്വന്തം ചിലപ്പോൾ അച്ഛനായാലും പറയും, ചിലപ്പോൾ ഭർത്താക്കന്മാർ, ആര് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷെ അത് നമുക്കത് നമ്മുടെ മൈൻഡിലേ വരാൻ പറ്റില്ല. പക്ഷെ അവർ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റും. അവൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിൽ ആ ഒരു ധൈര്യം വേണം. നമ്മളത് കാണിച്ചു കൊടുക്കണം. ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചു കൊടുക്കുള്ളൂ. അവർ നമ്മൾ അതേപോലെ നമ്മൾ എവിടെയും ജോലിക്ക് പോയി, അല്ലെങ്കിൽ ജോലിക്ക് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ വർക്കിന് പൊയ്ക്കോട്ടെ, പുറത്തെവിടെയും പൊയ്ക്കോട്ടെ, നിന്നെക്കൊണ്ട് എന്തിനു പറ്റും? ഈ വീട്ടിൽ അടുക്കള പഠിക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെയും നിന്നെക്കൊണ്ട് പറ്റില്ല. നമ്മൾ ഈ അടുക്കളയിൽ ഒരിക്കലും ഒതുങ്ങിക്കൂടാൻ പാടില്ല. അതവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. അതേപോലെ നമ്മൾ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങി, എല്ലാം വാങ്ങാൻ തോന്നും, പക്ഷെ പൈസ ഇല്ല, എൻ്റെ പൈസ ഇല്ല, എന്ത് ചെയ്യോ, ആ ഒരു വെപ്രാളം, അത് പാടില്ല. ഇതൊന്നും നമ്മുടെ മനസ്സിൽ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും, ആ ഒരു വിശ്വാസം. അതേപോലെ പരദൂഷണം പറയല്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മികച്ച നേട്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ജീവിതത്തിൽ തന്നെ മികച്ച നേട്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കണം. നമ്മ കടയിൽ പോയി ഇങ്ങനെ ഒരു വെപ്രാളം കാണിക്കില്ല, അയ്യോ അത് മതിയാവോ പോരിയോ, ഒരു മനസ്സ് ചാഞ്ചാട്ടം, അത് ഒരിക്കലും പാടില്ല.
അതുപോലെ തന്നെ മറ്റുള്ളവരിന് എന്താ പറയുക, മറ്റുള്ളവർ നന്നാവില്ലേ, അപ്പോൾ അതിന് നമ്മ അയ്യോ അവരെന്താ ഇങ്ങനെ, അവർക്ക് മാത്രം എന്താ ഈ അവസ്ഥ, എനിക്കെന്താ ഇങ്ങനെ ഇല്ലാത്തത്, അവർക്ക് കാറുണ്ട് എനിക്ക് കാറില്ല, അല്ലെങ്കിൽ അവരുടെ മക്കൾ നന്നായി പഠിക്കുന്നു, അങ്ങനെ എൻ്റെ മക്കളെ പഠിക്കില്ല. അസൂയ, അതിന് പേരാണ് അസൂയ, കണ്ണുകടി. അപ്പം ഈ കണ്ണുകടി അസൂയ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നേരെയാവില്ല. എന്ത് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതം മുന്നോട്ട് കുതിച്ച് കയറില്ല. അവരെന്താ ഇങ്ങനെ ഇവരെന്താ ഇങ്ങനെയൊന്നും നമ്മുടെ കാര്യം. അതുപോലെ തന്നെ മക്കളെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല. പഠിപ്പില്ല, നീ അവൻ മാത്രം എന്താ നന്നായി പഠിക്കണം, നീ എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും എന്താ പറയുക കമ്പയർ ചെയ്യാനോ അതേപോലെ ആ രീതിയിലുള്ള സംസാരം മനസ്സിൽ നിന്ന് വരാനോ ഒന്നും നമുക്ക് പാടില്ല. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസവും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ, എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് പറ്റുന്നുള്ള ഒരു വിശ്വാസവും അതേപോലെ എന്താ പറയുക തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജയിക്കാം. ജീവിതം തന്നെ നിങ്ങളുടെ മാറ്റാം, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് സ്വഭാവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയ ശേഷം നമുക്ക് മറ്റുള്ള യൂണിവേഴ്സൽ കാര്യങ്ങൾക്കോ ട്രൈ ചെയ്ത് നോക്കിയാൽ, വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കിയാൽ ഉറപ്പായാലും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി വേഗം നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.